പരിഹാര ആശുപത്രിയിൽ നിന്ന് ഇതാണ് മന്ത്രിയെ ആക്രമിക്കുന്നത്. അതെ, അതൊരു വിഷ്വലായിട്ട് അതിന്റെ ഓഡിയോ രീതിയിലായിട്ട് കൊടുത്തു. അത് ഇത് തന്നെയാണ്. അതെ, അത് ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്. നിങ്ങൾ ഈ തടിയ എം.പി. ജയരാജനോടാ വെടിക്കെട്ട് കയറുന്ന മോനെ ഉടുക്കിയിട്ട് പഠിപ്പിക്കുക. മന്ത്രിമാരെ കരികൊടി കാണിക്കുന്നതിൽ PhD നേടിയ ആളാണ് ജയരാജൻ കേട്ടാ. കൂത്തുപറമ്പ് വെടിവെപ്പ് മാത്രം ഞാൻ ഉദാഹരണം പറയാം. അന്നത്തെ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് എന്റെ അടുത്തില്ല. 2000 ആള്, 400ഓളം വരുന്ന പോലീസുകാർ, അവരെ മുഴുവൻ DYFI പ്രവർത്തകന്മാർ ഒരായുധവുമില്ലാതെ, കൊടികെട്ടാനുള്ള വടി പോലുമില്ലാതെ, കറുത്ത തൂവാല പാന്റിന്റെയോ മടിയിലോ തിരികെ കയറ്റിയ DYFI പ്രവർത്തകന്മാർ 2 മണിക്കൂറോളം അവിടെ നിന്നിട്ട് മന്ത്രിക്കോ പോലീസിനോ ഒരു കൂടി മണൽത്തരിയുടെ പുറകുണ്ടായി. പക്ഷെ എന്റെ ഇവിടെ 13 തുന്നാണ്. സുരേന്ദ്രന് നിരവധി സ്ഥലത്ത് പോയിട്ടാണ്. അപ്പൊ ഇതും മന്ത്രിയെ കരിമുറി കാണിച്ച പ്രകടനമാണ്, പ്രതിഷേധമാണ്. ഇവിടെ കണ്ണൂര് മുനിസിപ്പൽ ഓഫീസ്, പഴയ മുനിസിപ്പൽ ഓഫീസിന്റെ മുമ്പില് അന്ന് EP തമ്പാമാഷ് അടക്കമുള്ളവരായിരുന്നു DYFIയുടെ നേതാക്കൾ. ഞാനന്ന് എടക്കാട് ബ്ലോക്കിന്റെ ഭാരവാഹിയാണ്. അന്ന് ഇതേ രീതിയിൽ തല്ല പോലീസ് പിടിച്ചുകൊണ്ടുപോയി ആശുപത്രിയിലെത്തിച്ചു, നേരെ ജയിലിലും എത്തിച്ചു. അതുകൊണ്ട് മന്ത്രിമാരുടെ കരിങ്കൊടിയും പ്രതിഷേധവും നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ മന്ത്രിക്ക് നേരെയുള്ള കയ്യേറ്റം. അത് നിങ്ങൾ ന്യായീകരിക്കരുത്.